മുന്നോട്ട് പോകാൻ സാധിക്കാത്ത തരത്തിലേക്ക് ഞങ്ങൾ എത്തിക്കുമെന്നുള്ള പ്രഖ്യാപനം പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇന്ന് പ്രഖ്യാപിച്ച സമരങ്ങളുടെ ഒക്കെ ഗതി നാളെ വരാനിരിക്കുന്ന സമരങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ദുഃസാക്ഷികളായി നിന്ന് കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജാഥക്ക് നീളം കുറയുന്നു, സമരത്തിന് ആളെ കിട്ടാണ്ടിരിക്കുന്നു. മറ്റേ KSTA നേതാക്കന്മാർ കഴിഞ്ഞ കാലത്ത് പോലെ തന്നെ വട്ടവടി സ്കൂളിലൊക്കെ വന്ന് അധ്യാപക രംഗത്ത് അതിശക്തമായ യൂണിയൻ പ്രവർത്തനത്തിന് മുന്നോട്ട് വന്നപ്പോൾ തിരിച്ചു പോകേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. KSTA മെമ്പർഷിപ്പുള്ള അധ്യാപകന്മാർ പരസ്യമായി ജനങ്ങളുടെ മുന്നിൽ വെച്ച് നേതാക്കന്മാരോട് ചോദിക്കുന്നു, 5 കൊല്ലം നിങ്ങളുടെ പിന്നാലെ നടന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ 100 ദിവസം കൊണ്ട് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആ പാക്കേജ് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരിക്കുന്നു. ഞങ്ങൾ സമരം ചെയ്യാനില്ല. സമരത്തിന്റെ മാർഗങ്ങളൊക്കെ തന്നെ കൊട്ടിയടച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ആ അവസരത്തിലാണ് ബഹുമാന്യനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സംസ്ഥാന തലത്തിൽ യോഗം ചേർന്ന് തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. ഒരു മാസ്മര വിദ്യയുടെ ശക്തിയോടുകൂടി പോകുന്ന ഈ ഗവൺമെന്റിന്റെ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ഒരു കാരണവശാലും താഴെ തട്ടിലെത്താതെ പോകരുത്. ആ ഗവൺമെന്റിന്റെ കർമ്മ പരിപാടികൾ ഓരോന്നും തന്നെ എടുത്ത് അതിൽ ഈ സംസ്ഥാനത്തിലുള്ള താഴെത്തട്ടിലുള്ള എല്ലാ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെയും കണ്ണികളാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ശ്രമം പാർട്ടിക്ക് ഏറ്റെടുക്കേണ്ട സമയമായിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സംസ്ഥാനത്ത് KPCC മുതൽ താഴെ ബൂത്ത് തലത്തിൽ വരെയുള്ള സമ്മേളനങ്ങൾക്ക് രൂപം കൊടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ മാസം ബൂത്ത് തല സമ്മേളനങ്ങൾ പാർട്ടി ഡേറ്റ് വെച്ച് KPCC പ്രസിഡന്റ് പറയുന്നു, ഡേറ്റ് വെച്ച് നടപ്പിലാക്കണം. ബൂത്ത് തലത്തിലുള്ള ശക്തമായ കമ്മിറ്റികൾക്ക് രൂപം കൊടുത്തുകൊണ്ട് സമ്മേളനങ്ങൾ ജനകീയമാക്കിക്കൊണ്ട് ഈ ഗവൺമെന്റിന്റെ പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാധ്യമമായി പാർട്ടിയുടെ ബൂത്ത് കമ്മിറ്റികൾ മാറേണ്ടിയിരിക്കുന്നു എന്ന് KPCC നേതൃത്വം നമ്മളോട് പറഞ്ഞു. അതിന്റെ ഭാഗമായി എല്ലാ മേഖലകളിലും ഇന്ന് ഇതുപോലെയുള്ള യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നരിപ്പറ്റ, കായക്കൊടി, കാവിലുംപാറ തൊട്ട് കാവിലുംപാറ ബ്ലോക്കിലുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ യോഗം നടക്കുന്നു. ബഹുമാനപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ് നരിപ്പറ്റ 1-2 യോഗങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കുകയാണ്. എല്ലാ തലത്തിലും യോഗങ്ങൾ ചേർന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ യോഗങ്ങൾ നടക്കുമ്പോൾ തന്നെ അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അതിശക്തമായിട്ടുള്ള മുന്നേറ്റത്തിന്റെ വേദിയൊരുക്കാൻ വേണ്ടി AICC നേതൃത്വം പരിപാടികളുമായി മുന്നോട്ട് വരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമേ ഇതുപോലെ ഉള്ള യോഗങ്ങൾ ഈ രാജ്യത്ത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം തന്നെ ഈ രാജ്യത്ത് ഉദയം ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം കണ്ടവരാണ് നമ്മൾ. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി, ലോഹിയയുടെ സോഷ്യലിസ്റ്റ് പാർട്ടി അതിശക്തമായ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യ രാജ്യത്ത് വേറുള്ള നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ വേറുള്ള സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അതിശക്തമായ ഘടകങ്ങൾ ഈ രാജ്യത്തുണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിനെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ജോർജ് ഫെർണാണ്ടസ് മുതൽ ഒരുപാട് നേതാക്കന്മാർ മുന്നോട്ട് പോയ കഴിഞ്ഞ കാല ചരിത്രം നമ്മളോട് മറന്നുപോയിട്ടില്ല. പക്ഷേ ആ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഒരു കഷ്ണം പോലും ഈ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. വളരെ ദൂരദർശനം വെച്ച് നോക്കിയാൽ എവിടെയെങ്കിലും ചെറിയ കഷ്ണങ്ങൾ കാണാൻ സാധിക്കും. ഇന്ന് ഈ സംസ്ഥാനത്തിലെ അവശേഷിക്കുന്ന സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഘടകം ഇന്ന് UDF വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാട്. നമ്മുടെ പഴയകാല ജനസംഘം, ഇന്ത്യ രാജ്യത്ത് ഹൈന്ദവ ഭരണം കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോയ അന്നത്തെ ജനസംഘം, ശ്യാമപ്രസാദ് മുഖർജിയുടെ ജനസംഘം ഈ രാജ്യത്തുണ്ടായിരുന്നു.